പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം മൈലേജ് എന്ന് പറയുമ്പം പക്ഷേ ഈ ഒരു ഡിവൈസ് ഇടയ്ക്ക് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് മൈലേജ്, പുള്ളിങ്, രാവിലെ സ്റ്റാർട്ടിങ് ഇഷ്യൂസ് തുടങ്ങിയ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ CNG വണ്ടി എടുക്കുന്നവർക്ക് പലർക്കുള്ള സംശയമാണ്, വണ്ടിക്ക് പവർ ഡ്രോപ്പ് ഉണ്ടാവുമോ, വണ്ടി വലിയില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതായത് ചെറിയ രീതിയിൽ ലീക്ക് ഉണ്ടായിട്ട് കൂടി അങ്ങനെ തീപിടുത്തോ അങ്ങനെ തീപിടിക്കുന്ന അവസ്ഥയോ കാര്യങ്ങളൊന്നുമില്ല. നമസ്കാരം, റോൾസിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു CNG കാറിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂവിന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് മാരുതി റിഡ്സ് ആണ്, 2010 മോഡല്. നമ്മളിതിൽ CNG ആക്ച്വലി എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്, പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പം CNG എന്ന് പറഞ്ഞൊരു ഫ്യൂവല് അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് കേരളത്തിലേക്ക് വന്നിട്ട് ഒരു 4-5 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, സേഫാണോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ CNG ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 71,000 കിലോമീറ്റർ ആയപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഈ ഒരു വണ്ടി 95,000 കിലോമീറ്റേഴ്സ് ഏകദേശം ഓടിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ്, ലൈക്ക് എന്തെങ്കിലും എഞ്ചിൻ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം മൈലേജ് എന്ന് പറയുമ്പം 2010 മോഡൽ, അതായത് ഇത് ടൈപ്പ് 1 റിഡ്സ് ആണ്. ടൈപ്പ് 1 റിഡ്സ് യൂസ് ചെയ്യുന്നവർക്കറിയാം, ഇതിന് മാക്സിമം നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 15 ആണ്. നോർമൽ കേസസിൽ നമുക്ക് 11-12 മൈലേജ് മാത്രമേ നമുക്ക് ഇതിന് കിട്ടാറുള്ളൂ. അപ്പം CNG എന്ന് പറഞ്ഞൊരു ഫ്യൂവൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഏകദേശം നമുക്ക് ലോക്കലിൽ തന്നെ ഒരു 20-22 നമുക്ക് ആവറേജ് കിട്ടുന്നുണ്ട്. ലോങ് പോകുമ്പം നമുക്കൊരു 25. ആൻഡ് വളരെ നല്ല ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണെങ്കിൽ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ ഒരു ആവറേജ് സ്പീഡ്, അതായത് ഒരു 80-90 സ്പീഡ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇതിൽ 30 വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് അല്ല. പക്ഷേ നമുക്ക് ഒരുവിധം കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25-22 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ 20-25 നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി ഈ ഒരു വണ്ടിയിൽ, ഈ ഒരു റിഡ്സിൽ, അതായത് ടൈപ്പ് 1 റിഡ്സിൽ നിങ്ങൾ CNG ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. നമ്മളുടെ മാരുതി സ്വിഫ്റ്റ് ടൈപ്പ് 1 K സീരീസ് എഞ്ചിനും, അതായത് ഇത് K സീരീസ് എഞ്ചിനാണ്, K12B എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിനിൽ നിങ്ങൾ ഈ ഒരു മൈലേജ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. CNG കിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് ഗ്യാസ്റ്റ കിറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിറ്റാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബൂസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബൂസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുള്ളിങ് ഇഷ്യൂ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു ഡിവൈസ് ഇടയ്ക്ക് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ്ലി ഷോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് CNG ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലഗ്, അത് കൃത്യമായ ഇൻ്റർവെല്ലിൽ മാറ്റുക. ഞാനൊരു 10,000 കിലോമീറ്റർ ഓടുമ്പോൾ അത് മാറ്റുന്നുണ്ട്. ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മൈലേജ്, പുള്ളിങ്, രാവിലെ സ്റ്റാർട്ടിങ് ഇഷ്യൂസ് തുടങ്ങിയ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചേ പറ്റൂ. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സപ്പോസ് ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ റൂട്ടിൽ എത്രത്തോളം CNG പമ്പുകൾ അവൈലബിൾ ആണ്, നമ്മൾ കറക്റ്റ് പ്ലാനിങ്ങോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമയത്ത് ഫ്യൂവൽ കിട്ടും. ആൻഡ് നമ്മളുടെ ഈ ഒരു പമ്പുകളിലൊക്കെ കറക്റ്റ് രീതിയിൽ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ മൈലേജും കിട്ടൂ. അതായത് ഒരു 200-220 ഒക്കെ നമുക്ക് പ്രഷർ കിട്ടിയിട്ടുണ്ട്. അതിന് പകരം ഒരു 180-150 ഒക്കെയാണ് നമുക്ക് പ്രഷർ കിട്ടുന്നതെങ്കിൽ നമ്മളുടെ റേഞ്ച് അതിനനുസരിച്ച് കുറയും. മറ്റൊരു നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ, ഇത് ആക്ച്വലി ഒരു 15 കൊല്ലം പഴക്കമുള്ള ഒരു വണ്ടിയാണ്. ഏകദേശം 2010 മോഡലാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഇയർ 15 ഇയേഴ്സ് ആവും. ഇത് ഏജിൻ്റെ പഴക്കം കൊണ്ടാണോ അല്ലെങ്കിൽ വണ്ടിക്ക് വെയിറ്റ് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ബാക്കിലെ സ്ട്രട്ട്, അതായത് സസ്പെൻഷൻ്റെ സ്ട്രട്ട്, നമ്മൾ ബാക്കിൽ 2 സസ്പെൻഷൻ സ്ട്രട്ട് മാറിയിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 3,600 രൂപയാണ് നമുക്ക് 2 സ്ട്രട്ടും കൂടി വന്നിട്ടുള്ളത്. അപ്പം അത് ചിലപ്പം ഈ വെയിറ്റ്, അതായത് പഴയ സ്ട്രട്ടായിരുന്നു ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പം, പോരാത്തിന് ഗ്യാസിൻ്റെ വെയിറ്റ് കൂടി വന്നു. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ബാക്കിൽ സ്ട്രട്ട് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് ഒരു 70,000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ചിലപ്പം ആ ഒരു ഏജൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു 14 ഇയേഴ്സ് ഒക്കെ നമുക്കിത് കിട്ടുന്നുണ്ടാവും. അപ്പം അത് മാത്രമാണ് എനിക്ക് ഇഷ്യൂ ആയിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. ബാക്കിലെ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അത് നഷ്ടമായിട്ടുണ്ട്. ഇവിടെ ചെറിയ 2 ബാഗുകൾ കൊള്ളുന്നല്ലാതെ വലിയ രീതിയിലുള്ള പെട്ടിയോ അല്ലെങ്കിൽ വലിയ ബാഗുകളോ നമുക്ക് ഇവിടെ കൊള്ളില്ല. അപ്പം ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ഈ ഒരു ബൂട്ട് സ്പേസ് പോയി എന്നുള്ളതാണ്. അപ്പോൾ CNG വണ്ടി എടുക്കുന്നവർക്ക് പലർക്കുള്ള സംശയമാണ്, വണ്ടിക്ക് പവർ ഡ്രോപ്പ് ഉണ്ടാവുമോ, വണ്ടി വലിയില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ചെറിയ രീതിയിലുള്ള പവർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും വണ്ടിക്ക് ഉണ്ട്.
പക്ഷെ നമ്മളത് കൂടുതൽ നോട്ടീസ് ചെയ്യുക വണ്ടി ഫുൾ ലോഡായിട്ട് നമ്മൾ ഏതെങ്കിലും കയറ്റത്തിലോ കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ്. സപ്പോസ് ആ ഒരു പെട്രോളിൽ അതൊരു സെക്കൻഡ് ഗിയറിൽ കയറുന്ന നമ്മളുടെ ആ ഒരു കയറ്റമൊക്കെ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് കയറ്റേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നല്ല റോഡിൽ ലൈക്ക് ഒരു 0 to 100 ഒക്കെ നമ്മൾ പെട്രോൾ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ ഒരു വണ്ടിക്ക് ഒരു 13 സെക്കൻഡ് 14 സെക്കൻഡോടൊക്കെ 0 to 100 എത്തുന്നതാണ്. അത് ഞങ്ങൾ ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു 18 സെക്കൻഡ്സിന്റെ മുകളിൽ എടുക്കുന്നുണ്ട്. അപ്പം പക്ഷെ എന്നിരുന്നാലും വണ്ടി ഞങ്ങൾ ആ ഒരു റോഡിൽ നല്ല സ്ട്രെയിറ്റ് റോഡിലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു 140-150 ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഒരിക്കലും ആ ഒരു സ്പീഡിൽ പോകാൻ എൻകറേജ് ചെയ്യുന്നില്ല. ചെറിയ രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് വണ്ടി ലോങ് റണ്ണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം പെർ കിലോമീറ്റർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു 4 രൂപയോ അല്ലെങ്കിൽ 4 രൂപയുടെ ഉള്ളിൽ വരുന്നതായിരിക്കും. ഒരു 3 point something ഒക്കെ നമുക്ക് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് പിന്നെയും കുറയും. അപ്പം പെർ കിലോമീറ്റർ കോസ്റ്റ് നമുക്ക് കുറയുമ്പോൾ നമുക്ക് അത്രയും ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പം ചെറിയ രീതിയിലൊക്കെ ഒരു പവർ ഡ്രോപ്പ് ഒക്കെ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അപ്പൊ ഞാൻ ജെനുവിനായിട്ട് അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു CNG ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി റണ്ണ്, അതായത് ഡെയിലി നമ്മൾ കാർ എടുത്ത് പോകുന്ന ഒരു സപ്പോസ് ഒരു യൂസർ ഉണ്ട്, അത് ഡെയിലി ഒരു 100 kilometers ഓടാറുണ്ട്. അപ്പം എന്താണ് ഒരു ഓഫീസ്, സപ്പോസ് നമ്മൾ ഓഫീസിൽ ഒരു 100 kilometers ഓടുന്നുണ്ട്. അപ്പം ഒരു 15 kilometer ഒക്കെ മൈലേജിൽ ഒരു വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 6-7 rupees ആണ് പെർ കിലോമീറ്റർ കോസ്റ്റ് വരിക. അപ്പോൾ നിങ്ങൾ CNGയിലേക്ക് മാറുകയാണെങ്കിൽ നേരെ അത് ഹാഫ് ആവും. അപ്പോൾ അതുവഴി നമുക്ക് മന്ത്ലി തന്നെ നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 1 year ഓടി കഴിയുമ്പോഴേക്ക് നമ്മൾ ലൈക്ക് അതൊരു പ്രോഫിറ്റ് സ്റ്റേജിലേക്ക് കയറുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള യൂസേഴ്സിന്, അതായത് ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന യൂസേഴ്സിന് പറ്റിയൊരു വണ്ടിയാണ്. കാരണം നമ്മൾ മാക്സിമം 1-2 പേരേ ഉണ്ടാവും. എന്നാൽ കൂടി തന്നെ ലൈക്ക് നമുക്ക് ഈ പുള്ളിങ്ങിന്റെയോ പവർ ലോസിന്റെയോ ഇഷ്യൂസ് ഒന്നും വലിയ രീതിയിൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യില്ല. നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള യൂസേഴ്സിനും ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് CNG വണ്ടികൾ. അതുപോലെ പറയാൻ ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം, എഞ്ചിൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ലീക്കോ കാര്യങ്ങളോ ഹീറ്റ് ഇഷ്യൂസോ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പോൾ പറയുന്നത് ഒരു 2 കൊല്ലത്തെ, അതായത് ഈ ഒരു വണ്ടിയുടെ ഒരു 2 year എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇതിനു മുൻപ് എൻ്റെ ഒരു കസിൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇടാം. ആ വണ്ടി ആക്ച്വലി ഞങ്ങളിപ്പം സെയിൽ ചെയ്തു, വേറൊരു വണ്ടി എടുത്തു അവര്. ലൈക്ക് അതും നമുക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ട് എടുത്തതല്ല. നമ്മളൊരു പുതിയ വണ്ടി എടുക്കണം എന്ന് തോന്നി അവരെടുത്തത് ഒരു ഡീസലായിരുന്നു. ആ വണ്ടി ഓൾമോസ്റ്റ് ഒരു 25,000 kilometer ഓടിയിരുന്നു. നമുക്കിങ്ങനെ എഞ്ചിൻ സംബന്ധമായിട്ട് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു ഇഷ്യൂ എനിക്കൊന്ന് പറയാൻ വിട്ടുപോയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ റബ്ബർ ഹോസസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ കൊല്ലം സമ്മറിൽ നല്ല ഹീറ്റ് ടെമ്പറേച്ചർ കൂടിയപ്പം ഒരു ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. പക്ഷെ CNGന്റെ വേറൊരു എന്താ പറയാ ഒരു ഗുണം മനസ്സിലായത് എനിക്ക് അന്നാണ്. കാരണം ഇവിടെ ലീക്ക്, അതായത് ചെറിയ രീതിയിൽ ലീക്ക് ഉണ്ടായിട്ട് കൂടി അങ്ങനെ തീപിടുത്തോ അങ്ങനെ തീപിടിക്കുന്ന അവസ്ഥയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് ഒരു സ്മെല്ല് നമുക്ക് തോന്നി, AC ഇട്ടപ്പോൾ ഒരു സ്മെല്ല് തോന്നി. നമ്മൾ നോക്കിയപ്പോൾ ഇങ്ങനെ ലീക്ക് കണ്ടു. അപ്പൊ നമ്മൾ ഇതിന്റെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി ആ പൈപ്പ് ഫുള്ളായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പം LPG പോലെ ചെറിയൊരു സ്പാർക്കിൽ കൂടി അങ്ങനെ തീപിടിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിന്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് CNG ഇഗ്നേറ്റ് ആവാനുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈ ആണ്. അപ്പൊ നോർമൽ കേസിൽ നമ്മൾ ചുമ്മാ ഈവൻ ദോ നമ്മളൊരു എന്താ പറയാ ഒരു തീപ്പെട്ടി എടുത്തിട്ട് ഉരച്ചിട്ട് ഇട്ടാൽ പോലും CNG അങ്ങനെ കത്തില്ല. അപ്പം അത് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ സേഫ്റ്റി നമ്മൾ ഇപ്പം പെട്രോൾ പമ്പിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 3 years കൂടുമ്പോൾ നമ്മൾ ഇതിന്റെ ടാങ്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ടാങ്ക് ടെസ്റ്റ് ചെയ്യാത്ത പല വണ്ടികളിലും കുറെ ഇഷ്യൂസ് ഒക്കെ ഡൽഹിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ അത് മെൻഷൻ ചെയ്യുക. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് റിപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ലൈക്ക് ഇത് കുറേ ആൾക്കാർ കാണുന്നതാണല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിന് അവർ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.